നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിൽ ഓതറയിലുള്ളവർക്കൊക്കെ സുപരിചിതനായ ഒരു മനുഷ്യനുണ്ട്. തൈപ്പറമ്പിൽ വീട്ടിൽ തോമസ് അച്ചായനാണ് അത്. നാട്ടുകാരൊക്കെ സ്നേഹത്തോടെ ബേബിച്ചായൻ എന്ന് വിളിക്കും. ഈ ബേബിച്ചായൻ കുറ്റൂർ പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഓതറയിലില്ല, അമേരിക്കയിലാണ്. അച്ചായനെ പറ്റി എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, വളരെ യാദൃച്ഛികമായി ഞങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. വിധവയായ ഒരു സ്ത്രീക്ക് ഒരു പശുവിനെ അച്ചായൻ വാങ്ങി നൽകിയിരിക്കുകയാണ്. അതിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ, അതൊരു വാർത്തയാക്കാൻ വേണ്ടി വല്ലോ ഉണ്ടോ എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചേക്കാം. അച്ചായനെ പറ്റി ഞങ്ങൾ കാണുന്ന നൂറുകണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒന്നു മാത്രമാണ് ഇത്. തീർച്ചയായും സമൂഹത്തോട് കരുതലുള്ള ഈ മനുഷ്യനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നൊരു കുറ്റബോധം തോന്നും. നാട്ടിലുള്ളപ്പോഴും വിദേശത്ത് നിൽക്കുമ്പോഴും അച്ചായന് സാമൂഹിക പ്രവർത്തനം മാത്രമാണ് രീതി. അത് ഇന്നത്തെ കാലത്ത് ചിലർ ചാരിറ്റി ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് 60:40 എന്ന തരത്തിലൊന്നുമല്ല അച്ചായൻ്റെ ചാരിറ്റി പ്രവർത്തനം. സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് തോമസ് അച്ചായൻ ചാരിറ്റിക്കായി നൽകുന്നത്. കുറ്റൂർ ഓതറ പ്രദേശത്തുള്ള വൃദ്ധരായ പല ആളുകൾക്കും അച്ചായൻ്റെ സഹായം കൃത്യമായി എത്തുന്നതായി ഞങ്ങൾക്കറിയാം. ഓതറയിലുള്ള ഒരു വൃദ്ധ മാതാവിന് എല്ലാ മാസവും പെൻഷനായി 1000 രൂപ അച്ചായൻ എത്തിക്കുന്നുണ്ട്. നാടിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയിലും അച്ചായൻ പങ്കാളി ആകുന്നുണ്ട്. വിദേശത്തിരുന്നു പോലും കുറ്റൂരിലെയും ഓതറയിലെയും കല്ലൂർക്കുളത്തെയൊക്കെ റോഡുകളെപ്പറ്റി അച്ചായൻ പങ്കുവയ്ക്കുന്ന ചില ചിന്തകൾ, നവമാധ്യമങ്ങളിൽ കൂടെ പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ, പ്രതീക്ഷകൾ ഒക്കെ ആ മനുഷ്യന് ഈ നാടിനോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകമാണ്. തീർച്ചയായും തോമസ് അച്ചായനെ പോലുള്ള ഒരു വ്യക്തി ഈ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയപ്പോൾ അത് ഈ നാടിന് പോലും ഒരു നഷ്ടമായി തീർന്നിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അച്ചായനെ പറ്റി ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഇദ്ദേഹം ഒരു 15 വർഷം കൂടി കുറ്റൂർ പഞ്ചായത്തിൻ്റെ മെമ്പർ ആയിരുന്നെങ്കിൽ ഒരു MPയോ MLAയോ ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ തോമസ് അച്ചായൻ ചെയ്തേനെ എന്നായിരുന്നു ആ വാക്കുകൾ. അതിന് ഒരാൾ കൊടുത്ത മറുപടി വളരെയധികം ചിരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അച്ചായൻ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ചായൻ അതേ സ്ഥാനത്ത് തുടർന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്ന് പിച്ച തണ്ടാൻ പോയേനെ എന്ന്. ഇത് അച്ചായനെ കളിയാക്കി പറഞ്ഞതാണെങ്കിലും ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ എന്ത് അംഗീകാരമാണ് വേണ്ടത്? ഈ പ്രായത്തിലും തനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നൽകുന്ന തോമസ് അച്ചായൻ്റെ പ്രവർത്തനങ്ങൾ എത്ര പ്രശംസിച്ചാലും മതിവരില്ല. ഞങ്ങളെപ്പോലെ ചിലരെങ്കിലും അത് പങ്കുവച്ചില്ലെങ്കിൽ ഈ മനുഷ്യനെ അധികമാരും അറിയാതെ പോകും. PR വർക്കുകളോ അല്ലെങ്കിൽ തന്നെ പറ്റി പുകഴ്ത്തി പാടാൻ അനുചര വൃന്ദങ്ങളോ ഒന്നും ഈ പാവപ്പെട്ട ബേബിച്ചായനില്ല. തോമസ് അച്ചായനെ പോലെ നന്മയുള്ള മനുഷ്യർ ഇന്ന് അധികം ഉണ്ടാകില്ല. ഇത്തരം ആളുകൾ പുസ്തകങ്ങളിൽ മാത്രമായി ചുരുങ്ങുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരു തെളിവായി, ഒരു നേർസാക്ഷ്യമായി ഇത്തരം ചില ജീവിതങ്ങൾ നിലകൊള്ളുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോയാൽ സ്വന്തം കുടുംബത്തെ മാത്രം രക്ഷപ്പെടുത്തുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ അച്ചായൻ വേറിട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് കുടുംബത്തേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടാണ്. ഒരിക്കലും തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത് മെച്ചപ്പെടുത്താനോ അത് വളരെ കെട്ടുറപ്പുള്ളതാക്കി തീർക്കാനോ അല്ല തോമസ് അച്ചായൻ എന്ന ഈ ബേബിച്ചായൻ ശ്രമിക്കുന്നത്. താൻ സാമ്പത്തികമായി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്കെങ്കിലും തൻ്റെ നാട്ടിൽ അവശത അനുഭവിക്കുന്നവർ അതിൽ പ്രയോജനപ്പെടണം, അവർക്ക് പ്രയോജനപ്പെടണം എന്ന ഒരു ചിന്തയാണ് അച്ചായനെ വേറിട്ടതാക്കുന്നത്. ഇന്ന് ഒരു പോസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞു അച്ചായൻ വിധവയായ ഒരു സ്ത്രീക്ക് ഒരു പശുവിനെ നൽകി എന്ന്. അങ്ങനെ എത്രയെത്രയോ പ്രവർത്തനങ്ങളായിരിക്കാം ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തോമസ് അച്ചായൻ്റെ സേവനങ്ങൾക്ക് മുമ്പിൽ തിരുവല്ല മീഡിയയുടെ കൂപ്പുകൈ.